PS ശ്രീധരൻപിള്ള ആകെ വെട്ടിലായിരിക്കുകയാണ്. കെ സുരേന്ദ്രനെ തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന സമ്മർദ്ദം എല്ലാ വശങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. ആകെ പ്രശ്നങ്ങളിലാണ് BJPയുടെ പട്ടിക ഇപ്പോഴും. അയ്യപ്പന് വേണ്ടി ജയിലിൽ കിടന്ന സുരേന്ദ്രന് തന്നെ പത്തനംതിട്ട നൽകണമെന്ന ആവശ്യവും അണികളിൽ നിന്നും ഉയരുന്നു. ഇനി എന്താകും BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക? എങ്ങനെയാകും അത് പുറത്തു വരുന്നത്? നേതൃത്വത്തിന് എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്താൻ സാധിക്കുമോ? അതോ ഇതോടെ ഭിന്നിപ്പുകൾ രൂക്ഷമാകുമോ? ഇത് തന്നെയാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കെ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മർദ്ദങ്ങൾ ഏറുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയുടെ പേരാണ് പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നതെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാകും. ഇക്കാര്യത്തിൽ BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. പത്തനംതിട്ടയ്ക്കായുള്ള പോരിനും ഇതുവരെ അയവും വന്നിട്ടില്ല. PS ശ്രീധരൻപിള്ള പിടി മുറുക്കിയിരിക്കുകയാണ്. പത്തനംതിട്ടയോ തൃശൂരോ അല്ലെങ്കിൽ താൻ മത്സര രംഗത്ത് ഇല്ലെന്ന് തീർത്തു പറയുന്ന കെ സുരേന്ദ്രനെ പരിഗണിക്കുന്നതാകട്ടെ ആറ്റിങ്ങലിലും. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തൃശൂർ ഉറപ്പിച്ചും കഴിഞ്ഞു. സുരേന്ദ്രന് വേണ്ടി ഒരു വിഭാഗം നേതാക്കൾ സമ്മർദ്ദവും ശക്തമാക്കി. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ ഫേസ്ബുക്ക് പേജിൽ പ്രവർത്തകർ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ നീണ്ടു നിൽക്കുമ്പോഴും പത്തനംതിട്ട സീറ്റിനായി BJPയിൽ ഇപ്പോഴും പോര് മുറുകുകയാണ്. കെ സുരേന്ദ്രനും കണ്ണന്താനത്തിനും പത്തനംതിട്ട നൽകാനും ഇടയില്ല. കെ സുരേന്ദ്രൻ ആറ്റിങ്ങലിലും കണ്ണന്താനം കൊല്ലത്തും പരിഗണനയിലുണ്ട്. പത്തനംതിട്ടയിൽ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പിടിമുറുക്കിയിരിക്കുകയാണ്. പത്തനംതിട്ട ഇല്ലെങ്കിൽ മത്സര രംഗത്തേക്കില്ല എന്ന് തന്നെയാണ് ശ്രീധരൻപിള്ളയുടെ നിലപാട്. ടോം വടക്കനെ എറണാകുളത്ത് മത്സരിപ്പിക്കാനാണ് സാധ്യത. NDA പട്ടിക നാളെ പുറത്തുവരും. പുതുക്കിയ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. പത്തനംതിട്ടയോ തൃശൂരോ അല്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കെ സുരേന്ദ്രനും പ്രവർത്തകരും. തുഷാർ വെള്ളാപ്പള്ളി അമിത്ഷാ ചർച്ച നിർണായകമാകും ഇക്കാര്യത്തിൽ. പത്തനംതിട്ടയില്ലെങ്കിൽ മത്സരത്തിനില്ലെന്ന് കണ്ണന്താനവും പറയുന്നു. PK കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ, MD രമേശ് എന്നിവർ മത്സര രംഗത്തേക്ക് ഉണ്ടായിരിക്കില്ല. കാര്യങ്ങൾ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയ സാഹചര്യത്തിൽ പന്ത് കേന്ദ്ര നേതൃത്വത്തിന്റെ കോർട്ടിലാണ്. തൃശൂരിന് പുറമെ മാവേലിക്കര, ഇടുക്കി, ആലത്തൂർ, വയനാട് എന്നീ സീറ്റുകളാണ് BDJSനായി നീക്കിവെക്കാൻ ആലോചിക്കുന്നത്. എന്തായാലും BJPയിൽ ഒരു പൊട്ടിത്തെറി രൂക്ഷമാണ്. കാരണം ശബരിമല പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർക്കൊപ്പം നിന്നത് കെ സുരേന്ദ്രനാണെന്നുള്ള നിലപാട് അണികൾക്കിടയിൽ തന്നെ ഉയരുന്നുണ്ട്. അത്തരത്തിലൊരു വലിയ ഇമേജ് സുരേന്ദ്രൻ നിൽക്കുമ്പോൾ എങ്ങനെ സുരേന്ദ്രൻ ചോദിക്കുന്ന മണ്ഡലം BJPക്ക് നൽകാതിരിക്കാനാകും? അങ്ങനെ നൽകാതിരുന്നാൽ ഏറെ സമ്മർദ്ദവും നേതൃത്വം അനുഭവിക്കേണ്ടി വരും. കാരണം ശബരിമല പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർക്കൊപ്പം നിന്ന് ജയിലിൽ കിടന്ന ആളാണ് കെ സുരേന്ദ്രൻ എന്ന നേതാവ്. ഭക്തരോടൊപ്പം നിന്ന്, വിശ്വാസികളോടൊപ്പം നിന്ന നേതാവ്. അങ്ങനെയുള്ള സുരേന്ദ്രന് സീറ്റ് നിഷേധിക്കുമ്പോൾ അത് BJP പ്രവർത്തകർക്കിടയിൽ തന്നെ ഭിന്നിപ്പ് ഉണ്ടാക്കും. അങ്ങനെ ഒരു ഭിന്നിപ്പ് കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടോ? അമിത്ഷായുടെ പേജിൽ ഉൾപ്പെടെ കെ സുരേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പരസ്യമായി അണികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സോഷ്യൽ മീഡിയകളിൽ വരെ സുരേന്ദ്രന് അനുകൂലമായ നിലപാടുകൾ എടുത്തു. അപ്പോഴും എന്തുകൊണ്ട് നേതൃത്വം മാത്രം അത് കണ്ടില്ല എന്ന് നടിക്കുന്നു? ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാനിരിക്കെ ഇനി എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ആ ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.